ഈ നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് അവരുടേതായ എഞ്ചിനീയേഴ്സ് ഉണ്ട്, സ്ട്രക്ചർ എഞ്ചിനീയേഴ്സ് ഉണ്ട്, റോഡ് ആൻഡ് ഹൈവേൻ്റെ എഞ്ചിനീയേഴ്സ് ഉണ്ട്. അവരാണ് ഇതിൻ്റെ അളവും തൂക്കവും വെള്ളത്തിൻ്റെ അളവും ഇത് ചതുപ്പാണോ ഇത് വയലാണോ എന്നൊക്കെ നോക്കി ചെയ്യേണ്ടത്. പക്ഷേ ഇതൊന്നും നോക്കാത്ത ആരാ? കേന്ദ്ര സർക്കാരാണ്, അല്ലെങ്കിൽ പറയാൻ NHA ആണ്. എന്താ പ്രശ്നം? ഫൗണ്ടേഷൻ നല്ല രീതിയിൽ ഇടുന്നുണ്ടോ എന്ന് കേരള സർക്കാരിന് പോയി നോക്കാൻ പറ്റുമോ? ഈ വെള്ളം വന്നു കഴിയുമ്പോൾ ഇത് താങ്ങാനുള്ള ശേഷിയുണ്ടോ കേരള സർക്കാരിന് പോയി നോക്കാൻ പറ്റുമോ? പക്ഷേ എന്താണ് ചെയ്യേണ്ടത്? അതിന് വേണ്ടിയിട്ടാണ് കേന്ദ്ര സർക്കാർ ഈ കമ്പനിക്ക് 100 കോടി കൊടുത്തിരിക്കുന്നത്. ഈ 100 കോടിൻ്റെ വരവും ചെലവും എവിടെയാണ് ചെലവാക്കുന്നത്, എന്തിനാണ് ചെലവാക്കുന്നത്? DPR തയ്യാറാക്കിയിട്ടില്ലേ? ആ DPRന്റെ ഭാഗം കേരള സർക്കാരിന്റെ കയ്യിലാണോ? ഒരിക്കലും അല്ലല്ലോ. അതുകൊണ്ടാണ് പ്രജയെ കറക്റ്റായിട്ട് പറഞ്ഞല്ലോ. ഈ ഹൈവേ നിർമ്മാണത്തിന്റെ മുഴുവൻ സ്പെസിഫിക്കേഷനും നിശ്ചയിക്കുന്നതാരാണ്? ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രാലയമാണ്. ഇതിൽ ഡിസൈൻ നിയന്ത്രിക്കുന്നതാരാണ്? നാഷണൽ ഹൈവേ അതോറിറ്റിയാണ്. ഇതിൽ ടെൻഡറിംഗ് കൊടുത്തിരിക്കുന്നതാരാണ്? നാഷണൽ ഹൈവേ അതോറിറ്റിയാണ്. ഇതിന്റെ സൂപ്പർവിഷൻ നിർവഹിക്കുന്നതാരാണ്? ഇൻഡിപെൻഡന്റ് എഞ്ചിനീയർ അപ്പോയിന്റഡ് ബൈ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ്. കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ്. പിന്നെ എന്താണ് ഇതിനകത്ത് പ്രശ്നം? നമ്മുടെ നാട്ടിൽ നടക്കുന്ന ദുരന്തമാണെങ്കിൽ നടന്നോട്ടെ, അത് കേന്ദ്രം ഉണ്ടാക്കിയ ദുരന്തമാണെന്ന് പറയാൻ പറ്റുമോ? PWD എന്തെങ്കിലും ഒരു സ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്കത് പറയാം. റെയിൽവേയുടെ ഒരു അപകടം ഉണ്ടായി കഴിഞ്ഞാൽ KB ഗണേഷ് കുമാർ രാജിവെക്കണമെന്ന് പറയുന്ന പോലെയാണല്ലോ ഇത്. ചെലവാക്കി 25% ഉത്തരവാദിത്തമുണ്ടോ ഇല്ലേ? 100%. അതുകൊണ്ടല്ലേ നമ്മൾ ചോദിക്കുന്നത്. ഈ റോഡ് നിർമ്മാണം പൂർത്തിയാക്കുമ്പോൾ ഇതിൽ വിള്ളൽ വന്നാൽ കേരളം ചോദിക്കാനുള്ള അവകാശമുണ്ട് നമുക്ക്. അത് കേരളം എന്ന് മാത്രമല്ല, നമ്മൾ ഓരോരുത്തർക്കും ചോദിക്കാനുള്ള അവകാശമില്ലേ?